സങ്കടകരമായ ഒരു വാർത്ത വരെ നമുക്കറിയാം. ഇന്നലെ മുതൽ തന്നെ പാലക്കാട്ടെ കുഞ്ഞിനെ കാണാതെ പോയിരുന്നു. കുട്ടിക്കായുള്ള ദൗത്യം, കുട്ടിയെ കണ്ടെത്താനുള്ളൊരു ശ്രമമൊക്കെ നടക്കുകയായിരുന്നു. നിർഭാഗ്യവശാൽ ഇപ്പോൾ ഈ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. കുഞ്ഞിൻ്റെ മൃതദേഹം കിട്ടി എന്നുള്ളതാണ് ആ വാർത്ത. കുട്ടിയുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. ഇത്രയും നേരം കഴിഞ്ഞ 20 മണിക്കൂറായി കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു. ശാന്തകുമാർ വെള്ളാലത്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശാന്തകുമാർ, ഈ പറഞ്ഞതുപോലെ അങ്ങനെ പ്രാർത്ഥനകളൊക്കെയും വിഫലമായി കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും സേതുബോധൻ, ദുഃഖകരമായ വാർത്ത തന്നെയാണ്. 6 വയസ്സുകാരൻ സുഹാന്റെ മൃതദേഹം വീടിന് സമീപത്ത് ഏകദേശം ഒരു 200-250 മീറ്റർ അപ്പുറത്തുള്ള ഒരു കുളത്തിൽ നിന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരുന്നത്. ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ മൃതദേഹം സ്കൂബ ഡൈവിംഗ് സംഘം അങ്ങോട്ട് മുകളിലേക്ക് കയറ്റുകയാണ്, കരയിലേക്ക് കയറ്റുന്നു. കുളത്തിന് ഏകദേശം മധ്യഭാഗത്തായ പൊങ്ങിയ നിലയിലായിരുന്നു ഇപ്പോൾ കണ്ടെത്തിയത്. അതായത് നേരത്തെ തിരച്ചിൽ നടത്തിയ കുളങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അതിനപ്പുറത്തുള്ള മറ്റൊരു കുളത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഏറെ സങ്കടകരമായതാണ്. ഇന്നലെ രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ കുഞ്ഞിനെ കാണാതാവുന്നത്. തുടർന്ന് വലിയ തോതിലുള്ള പരിശോധന, തെരച്ചിലെല്ലാം നടത്തിയതാണ്. അതാണ് ഇപ്പോൾ ആ കുട്ടിയുടെ ഒരു മൃതദേഹം കണ്ടെത്തുന്നതിലേക്കാണ് ഇപ്പോൾ നമുക്ക് എത്താൻ കഴിഞ്ഞത്. വലിയ തോതിലുള്ള തെരച്ചിൽ നടത്തിയത് തന്നെയായിരുന്നു. അത് നാട്ടുകാരെല്ലാവരും ഇവിടെ വലിയ സങ്കടത്തോട് തന്നെയാണുള്ളത്. അവർ വാവിട്ട് കരയുന്ന കാഴ്ചകളൊക്കെ ഉണ്ട്. അവർ എന്തായാലും ആ കുഞ്ഞിനെ ഇതായി അല്പം മുമ്പാണ് കുഞ്ഞിൻ്റെ മൃതദേഹം ഇപ്പോൾ ഈ കുളത്തിൽ നിന്നും, അതായത് നേരത്തെ പോലീസിനായി വന്ന കുളവും അല്ല, അതിനപ്പുറത്ത് മറ്റൊരു കുളമുണ്ട്. ആ കുളത്തിലുമല്ല, ആ വീടിന് സമീപത്തുള്ള 2 കുളത്തിലുമല്ല, അവിടെ നിന്നും ഏകദേശം ഒരു 300 മീറ്ററോളം മാറിയിട്ടുള്ള മറ്റൊരു കുളത്തിലാണെന്നാണ് ഇപ്പോൾ മൃതദേഹം കണ്ടത്. അത് ചണ്ടി നിറഞ്ഞ കുളമോ അല്ലെങ്കിൽ താമരയോ ആമ്പലോ ഒന്നും ഉള്ളതല്ല. അതൊരു സാധാരണ എല്ലാവരും കുളിക്കാനെല്ലാം ഉപയോഗിക്കുന്ന ഒരു കുളമാണ്. ആ കുളത്തിൻ്റെ മധ്യഭാഗത്തു നിന്നാണ് ഇപ്പോൾ കുഞ്ഞിൻ്റെ മൃതദേഹം പൊങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും ഫയർഫോഴ്സും പോലീസും ചേർന്ന് കുഞ്ഞിൻ്റെ മൃതദേഹം ഇപ്പോൾ കരയിലേക്ക് കയറ്റി അത് ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് മോർച്ചറിയിലേക്ക് മാറ്റുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ ആ പ്രാർത്ഥനയെല്ലാം വിഫലമായി എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം വലിയ പ്രതീക്ഷയായിരുന്നു നാട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്, അത് വീട്ടുകാർക്കും ഉണ്ടായിരുന്നു. കാരണം ആ കുഞ്ഞ് മറ്റേതെങ്കിലും വഴികളിലൂടെ പോയിട്ടുണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ ഇങ്ങനെ ഈ കുളത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ ഉണ്ടായിരുന്നില്ല. അത് തന്നെയായിരുന്നു ഇവിടെ ഒരു തെരച്ചിൽ കാര്യമായിരുന്നില്ല. ഇപ്പോൾ അവസാനമാണ് ഒരു തെരച്ചിലിൻ്റെ ഭാഗം എന്നുള്ള രീതിയിൽ ഈ ഭാഗത്തും ഈ കുളത്തിലും പരിശോധിക്കാൻ വേണ്ടി എത്തിയത്. അപ്പോഴാണ് അതിൻ്റെ മധ്യഭാഗത്തായി ഈ മൃതദേഹം പൊങ്ങിക്കിടക്കുന്നത് കണ്ടത്. പിന്നീട് സ്കൂബ സംഘം ഇറങ്ങി മൃതദേഹം കരയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഏകദേശം 22 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇപ്പോൾ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്താനായത്. കുഞ്ഞ് ഈ കുളത്തിലേക്ക് പോയ വഴിയോ അല്ലെങ്കിൽ പോയിരുന്നതോ ഒന്നും നാട്ടുകാരോ സമീപവാസികളോ ആരും കണ്ടിരുന്നില്ല. അവർ അതെല്ലാം വിശദമായി പരിശോധിക്കുക തന്നെ ഉണ്ടായിരുന്നു. CCTVകളെല്ലാം പരിശോധിച്ചിരുന്നു. അതിൽ നിന്നൊന്നും ലഭ്യമായില്ല, ഒരു വിവരവും ലഭ്യമായിരുന്നില്ല. പക്ഷേ ഏറ്റവും അവസാനം ഇവരാരും പ്രതീക്ഷിക്കാത്ത ഇടത്ത് ഒരു കുളത്തിൽ നിന്ന്, അതായത് ആ കുഞ്ഞിൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം 250 മീറ്റർ ദൂരെയുള്ള മറ്റൊരു കുളത്തിൽ നിന്നാണ് ഇപ്പോൾ ആ മൃതദേഹം കണ്ടെത്താൻ. ഏറെ സങ്കടകരമായ കാഴ്ച തന്നെയാണ്.